ബഹുമാനപ്പെട്ട അധ്യക്ഷൻ എൻ രാധാകൃഷ്ണൻ, അഭിവന്ദ്യരായ നേതാക്കളെ, സഹപ്രവർത്തകരെ, ചരിത്ര വിജയം നേടിയ നരേന്ദ്രമോദിക്ക് അഭിവാദ്യങ്ങൾ എന്ന പ്രമേയം ശ്രീ പി കെ കൃഷ്ണദാസ് ജി ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതിനെ ആത്മാർത്ഥമായി പിന്തുണയ്ക്കുകയാണ്. അറിയാം, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഈ വിജയം ഇന്ത്യയിലെ 140 കോടി ജനങ്ങളുടെ വിജയമാണ്, ഭാരതത്തിൻ്റെ വിജയമാണ്. നിങ്ങൾ മറിച്ചൊന്ന് ചിന്തിച്ച് നോക്ക്. അഥവാ നമ്മുടെ നിർഭാഗ്യത്തിന് ഈ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നിരുന്നുവെങ്കിൽ എന്താവുമായിരുന്നു ഈ രാജ്യത്തിൻ്റെ സ്ഥിതി? നമ്മുടെ ഷെയർ മാർക്കറ്റ് കുത്തിടിഞ്ഞു പോയ 1-2 ദിവസങ്ങളുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ പ്രതീക്ഷകളെല്ലാം തകർന്ന് തരിപ്പണമാകുമായിരുന്നു. 10 കൊല്ലം കൊണ്ട് നരേന്ദ്രമോദി ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സംഗതി, ഇന്ത്യയുടെ രാഷ്ട്രീയ ശരീരത്തിലെ ക്യാൻസറിന് ചികിത്സ നൽകിയ അദ്ദേഹം അഴിമതി ഭരണരംഗത്ത് അല്ലെങ്കിൽ നേതൃത്വ രംഗത്തു നിന്ന് ഒഴിവാക്കി. ഇനിയും ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഇടപെടേണ്ടതുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം അഴിമതി ഇല്ലാതാക്കുന്നതിന് ചെയ്തിട്ടുള്ള ഒരു സംഗതി എനിക്ക് ബോധ്യപ്പെട്ടത്, ഡിജിറ്റലൈസേഷനിലൂടെ അഴിമതി ഇല്ലാതാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. അതിൻ്റെ നല്ല അനുഭവം എനിക്കുണ്ട്. നാഷണൽ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അഴിമതിയുടെ ഒരു വലിയ കൂത്തരങ്ങായിരുന്നു. ഒരുപാട് ഡിജിറ്റൽ പരിഷ്കാരങ്ങളിലൂടെ ഹജ്ജ് എന്ന് പറയുന്ന അഴിമതിയുടെ കേന്ദ്രത്തെ രക്ഷപ്പെടുത്താൻ സാധിച്ച ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു, നരേന്ദ്രമോദി ചെയ്തിട്ടുള്ള ഈ അഴിമതി വിരുദ്ധ പോരാട്ടത്തിൻ്റെ മഹാവിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ഈ വിജയം. അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, ആരാ ഇന്ത്യ ഭരിക്കുക? ലാലു പ്രസാദിൻ്റെ മക്കളായിരിക്കും, ഈ സോണിയാഗാന്ധിയുടെ കുട്ടികളായിരിക്കും, ഈ പിണറായി വിജയൻ്റെ മകനും മരുമകനുമായിരിക്കും, അല്ലെങ്കിൽ അഖിലേഷ് യാദവിൻ്റെ കുടുംബമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ മഹാരാഷ്ട്രയിലെ ഉദ്ധവ് താക്കറെയുടെയും ശരത് പവാറിൻ്റെയും കുടുംബക്കാരായിരിക്കും. ആ കുടുംബം ഈ രാജ്യത്തെ കട്ടുമുടിക്കുന്നതിൽ നിന്നാണ് നരേന്ദ്രമോദി ഒരുപക്ഷെ ഭാരതീയ ജനതാ പാർട്ടി NDA 140 കോടി ജനങ്ങളെ രക്ഷിച്ചിട്ടുള്ളതെന്നാണ് നരേന്ദ്രമോദിയുടെ വിജയത്തിൻ്റെ ഏറ്റവും വൈകാരികമായ ഭാഗം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് നരേന്ദ്രമോദി എന്ന നിലയിൽ ഒരു നേതാവ് ചെയ്തിട്ടുള്ള ത്യാഗം നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കണം. ഒരു 3 മാസം വിശ്രമില്ലാതെ അദ്ദേഹം ഈ രാജ്യത്താകെ ഓടി. 200-ലധികം റാലികളിൽ ഒരു 1.5 മണിക്കൂർ വെച്ചാണ് അദ്ദേഹം പ്രസംഗിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര വലിയ ത്യാഗമാണ്. നമ്മളെല്ലാം പ്രാസംഗികരാണ്. ഒരുപക്ഷെ മനുഷ്യൻ്റെ ഏറ്റവും കൂടുതൽ കലോറി ചിലവാകുന്നത് സംസാരിക്കുമ്പോഴാണ് എന്ന് പറയാറുണ്ട് ശാസ്ത്രം. അത്രമാത്രം ത്യാഗം ചെയ്തു നരേന്ദ്രമോദി. മാത്രമല്ല, നമ്മുടെ അവസാനത്തെ കാര്യകർത്താവ് വരെ നടത്തിയിട്ടുള്ള മഹാത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഫലമായിട്ടുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ അഴിമതിയിൽ നിന്ന് രക്ഷിച്ച ഒരു മഹാവിജയമാണ്. അതിന് നേതൃത്വം നൽകിയ നരേന്ദ്രമോദിയെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. മറ്റൊന്ന്, അഴിമതി പോലെ തന്നെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം ദാരിദ്ര്യമായിരുന്നു. നരേന്ദ്രമോദി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് 300ഓളം ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി, വികസന പദ്ധതികൾ നടപ്പിലാക്കി. അതിൻ്റെ ഒരു ശക്തി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ മോദിജി പറയാറുണ്ട്, നമ്മളാരും പ്രസംഗിക്കാറില്ല, അദ്ദേഹം എപ്പം പറയും, 25 കോടി ജനങ്ങളെ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലെത്തിച്ച ഗവൺമെൻറ്റാണ് എൻ്റെ ഗവൺമെൻറ് എന്ന്. അത് നമ്മുടെ വീട്ടിനടുത്ത്, നമ്മുടെ ചുറ്റുവട്ടത്തും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ആ 25 കോടി ജനങ്ങൾ നമുക്ക് വോട്ട് ചെയ്തിട്ടുണ്ടോ, ആനുകൂല്യം കിട്ടിയവർ വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ തീർച്ചയായും സൂക്ഷ്മമായി പരിശോധിക്കേണ്ട വിഷയമാണ്. പക്ഷേ മോദിക്ക് നൽകാനുള്ള ഏറ്റവും വലിയ അഭിനന്ദനം എന്ന് പറയുന്നത് ദാരിദ്ര്യരേഖയിൽ നിന്ന് മനുഷ്യരെ അദ്ദേഹം കൈപിടിച്ചുയർത്തിയിരിക്കുന്നു എന്നുള്ള
ഏറ്റവും വലിയ സംഭവമാണ്. പക്ഷെ വോട്ട് നമുക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ നമ്മുടെ കേന്ദ്രമന്ത്രി ഗിരിരാജ് കിഷോർ കഴിഞ്ഞ ദിവസം എക്സിൽ പോസ്റ്റ് ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം തൻ്റെ അയൽവക്കത്തുള്ള ഒരു മുസ്ലിം, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സ്ഥിരം വരുന്ന ഒരു സാധാരണ ഒരു മുസ്ലിം സുഹൃത്തിനോട് അദ്ദേഹം ചോദിച്ചു, പിന്നെ നിങ്ങൾക്ക് വീട് തന്നിട്ടില്ലേ, നിങ്ങൾക്ക് ടോയ്ലറ്റ് കിട്ടിയിട്ടില്ലേ, ഗ്യാസ് കണക്ഷൻ കിട്ടിയിട്ടില്ലേ, അതുപോലെ തന്നെ ആയുഷ്മാൻ ഭാരത് ചികിത്സാ സഹായം കിട്ടിയിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ തലകുലുക്കി. എന്നിട്ട് അവസാനം ചോദിച്ചു ആർക്കാ വോട്ട് ചെയ്തത്. ആ മുസ്ലിം സുഹൃത്ത് പറഞ്ഞത് ഞാൻ BJPക്കല്ല വോട്ട് ചെയ്തെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജമാഅത്ത് നിന്ന് ജുമാ നമസ്കാരത്തിന് ശേഷം ഖുത്ബയിൽ പള്ളിയിലെ പ്രസംഗത്തിൽ ഇമാമ് ഇത് ദീനെ രക്ഷിക്കാനുള്ള പോരാട്ടമാണ്, ഇക്കൊല്ലം BJPക്കെതിരെ വോട്ട് ചെയ്യണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഞാൻ വിശ്വാസിയാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്ന് നിറഞ്ഞ കണ്ണുകളോടെ ഗിരിരാജ് കിഷോറിനോട് പറഞ്ഞു എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ആളുകൾ നമുക്ക് വോട്ട് ചെയ്തിട്ടില്ലെങ്കിലും പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്തെ അഴിമതിയിൽ നിന്ന് രക്ഷിച്ചതുപോലെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷിച്ചു എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ മഹത്തായ വിജയം. ഈ വിജയത്തെ അഭിനന്ദിക്കുന്നത് 140 കോടി ജനങ്ങളെ, ഈ ഭാരതത്തെ അഴിമതിയിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷിച്ച ഒരു തെരഞ്ഞെടുപ്പ് വിജയമാണിത്. ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഇവിടെ നടക്കുന്ന പ്രചണ്ഡമായ പ്രചരണം നരേന്ദ്രമോദിക്ക് ഭൂരിപക്ഷം കുറഞ്ഞു എന്നുള്ള നിലയിലുള്ളൊരു പ്രചരണം നടക്കുന്നുണ്ട്. സത്യത്തിൽ വാരാണസിയിലെ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, മോദിക്ക് വോട്ട് കുറഞ്ഞിട്ടില്ല. അദ്ദേഹം 6 ലക്ഷത്തിലധികം വോട്ട് കിട്ടിയത് ഇപ്രാവശ്യം 6 ലക്ഷത്തിലധികം വോട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഭൂരിപക്ഷം സാങ്കേതികമായി കുറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 26 സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, ആപ്പ്, അങ്ങനെ 26 പാർട്ടികൾ വോട്ട് വിഭജിച്ചപ്പോൾ ആ വോട്ടെല്ലാം ഈ വർഷം ഒരു പെട്ടിയിൽ വീണപ്പോൾ ഭൂരിപക്ഷം സാങ്കേതികമായി കുറഞ്ഞിട്ടുണ്ടെങ്കിലും വാരാണസിയിൽ നരേന്ദ്രമോദിക്ക് കിട്ടിയ വോട്ട് കുറഞ്ഞിട്ടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ സത്യത്തിൽ യു പിയിലാണ് നമുക്ക് വലിയ തിരിച്ചടി ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ അവിടെ ബൂത്തടിസ്ഥാനത്തിൽ കോൺഗ്രസ് വ്യാജ വാഗ്ദത്തത്തിൻ്റെ പ്രസംഗം മാത്രമല്ല, അതിൻ്റെ ഒരു രേഖ വിതരണം ചെയ്തു. എഗ്രിമെൻറ്റിൽ പാവപ്പെട്ട ജനങ്ങളെ കൊണ്ട് ഒപ്പിടിപ്പിച്ചു. വരുന്ന ജൂലൈ 1 നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 8,500 രൂപ വരും, 1 ലക്ഷം രൂപ കിട്ടും. അത് കിട്ടണമെങ്കിൽ ഈ എഗ്രിമെൻറ്റിൽ ഒപ്പുവെക്കണം എന്ന് പറഞ്ഞു. പാവപ്പെട്ട ജനങ്ങൾ പോയി ഒപ്പുവെച്ചു. ആ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ നരേന്ദ്രമോദി നൽകിയിട്ടുണ്ട്. അവരൊരു നിമിഷം അത് മറന്നുപോയി, അവർ നമുക്കെതിരായി വോട്ട് ചെയ്തു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 400 എന്നുള്ളത് ഇപ്പോൾ 300 കുറഞ്ഞു പോയി എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരിക്കലും വിഷമിക്കേണ്ടതില്ല. ആ സാധാരണ ജനങ്ങൾ ഈ വഞ്ചന തിരിച്ചറിഞ്ഞ് നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കൂടുതൽ ശക്തിയോടുകൂടി കടന്നു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് നരേന്ദ്രമോദി പറഞ്ഞത് 2 പതിറ്റാണ്ട് കാലത്തേക്ക് ഈ ഭരണം ഇതുപോലെ തന്നെ തുടരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം അതിന് ശക്തി പകരുന്ന വിധത്തിലേക്ക് നരേന്ദ്രമോദിയുടെ മഹാവിജയത്തെ നമ്മൾ അഭിനന്ദിക്കുമ്പോൾ ആ വിജയത്തിന് ശക്തി പകരാൻ സാധിക്കുന്ന വിധത്തിലേക്ക് ഈ വിശാല നേതൃസമ്മേളനം, ഈ സംസ്ഥാന സമ്മേളനം, അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം നമുക്ക് തിരുത്തിക്കുറിക്കാൻ സാധിക്കും. അതിന് പറ്റുന്ന വിധത്തിലുള്ള വലിയ അടിയൊഴുക്കുകൾ കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് മന്നത്ത് പത്മനാഭൻ പറഞ്ഞിട്ടുണ്ട്, ജനിച്ച തീയനും ദരിദ്രനായ നായരും പിഴച്ച നസ്രാണിയും കമ്മ്യൂണിസ്റ്റാണ്. നിങ്ങൾ നോക്ക്, കേരളത്തിൽ ഈഴവനായി ജനിച്ചവനൊക്കെ കമ്മ്യൂണിസ്റ്റ് എന്നായിരുന്നു പൊതുബോധം. ആ അടിത്തറയിലാണ് വലിയ മാറ്റം ആരംഭിച്ചിരിക്കുന്നത്. ഇത് നരേന്ദ്രമോദിയുടെ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന വികസനക്ഷേമ രാഷ്ട്രീയത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന, അഴിമതി വിരുദ്ധ രാഷ്ട്രീയത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന കേരളത്തിനുള്ള ഒരു അംഗീകാരമാണ്. കേരളത്തിൽ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് വികസന രാഷ്ട്രീയമാണ്. ഇവിടെ സുരേന്ദ്രജി അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു കേരളത്തിലെ വികസന വിഷയങ്ങൾ. കേരളത്തെ രക്ഷപ്പെടുന്നതിന് വേണ്ടി പറ്റുന്ന ഒരുപാട് പുതിയ ആശയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഈ വിശാല സമ്മേളനത്തിന് ശേഷമുള്ള നമ്മുടെ മീറ്റിങ്ങുകളിലെല്ലാം ആശയങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട്
കേരളത്തിൻ്റെ വികസന രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ട് നമുക്ക് ഈ പ്രസ്ഥാനത്തെ വിജയിപ്പിക്കാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് തന്നെയുള്ള ശുഭാപ്തി വിശ്വാസമാണ് ഈ പ്രമേയത്തെ പിന്തുണച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. എന്താണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥിതി? അദ്ദേഹത്തിന് 99 സീറ്റ് കിട്ടിയത് ഇവിടെ കൃഷ്ണദാസ് ജി കൃത്യമായി പറഞ്ഞു ആ മുന്നണികളുടെ സഹായത്തോടു കൂടിയാണ്. അത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ അവർ ഒറ്റക്ക് മത്സരിച്ചത്, കോൺഗ്രസ് മുന്നണിയല്ലാതെ മത്സരിച്ചത് 64 സീറ്റുകളിലാണ്. അതിൽ 2 സീറ്റ് മാത്രമാണ് രാഹുൽ ഗാന്ധി ജയിച്ചത്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് തിരിച്ചു വന്നിട്ടില്ല, കോൺഗ്രസിന് തിരിച്ചു വരാനും സാധിക്കില്ല. അത് വളരെ കൃത്യമാണ്. അദ്ദേഹത്തിന് യാതൊരു പക്വതയില്ല. നിങ്ങൾ കണ്ടില്ലേ, അവിടെ പാർലമെൻറ്റിൽ സാധാരണ സത്യപ്രതിജ്ഞ ചൊല്ലി കഴിഞ്ഞാൽ അവിടെ ഒരു കീഴ്വഴക്കുണ്ട്. അവിടെ സഭാനാഥനെ അല്ലെങ്കിൽ സ്പീക്കറെ നമ്മൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് മാത്രമേ മടങ്ങാൻ പാടുള്ളൂ. രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ വീഡിയോ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അവിടെ ഇത് വായിച്ച് മുദ്രാവാക്യം വിളിച്ച് ഇറങ്ങിപ്പോവാണ്. അങ്ങനെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾ പറഞ്ഞു സ്പീക്കറെ കൊണ്ട് തൊഴുതിട്ട് വരണമെന്ന്. സ്പീക്കറെ തൊഴുതിന് ശേഷം അവിടുത്തെ മാർഷലിന് കൈപിടിച്ച് ബാക്കിലുള്ള കൈ കൊടുത്ത് ആകെ കൊളാക്കി. തീരെ പക്വതയില്ലാത്ത ഈ മനുഷ്യന് ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നരേന്ദ്രമോദിയുടെ ഈ വിജയം, ആ വിജയത്തിൻ്റെ ഊർജം നെഞ്ചിലേറ്റെടുത്തുകൊണ്ട് നമുക്ക് വരുന്ന ബൈ ഇലക്ഷനുകളിലും മുന്നേറ്റം നടത്താൻ സാധിക്കണം. ലോക്സഭയിൽ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിച്ചതുപോലെ ഈ പാലക്കാട് നിയമസഭ ബൈ ഇലക്ഷനോടുകൂടി കേരള നിയമസഭയിൽ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമെന്നുള്ള പ്രതിജ്ഞയുമായി നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് കൃഷ്ണദാസ് ജി അവതരിപ്പിച്ച ഈ പ്രമേയത്തെ പിന്തുണക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്. നന്ദി അബ്ദുൽ കൊട്ടജി. നമ്മളെ ഉച്ചയ്ക്ക് ശേഷമുള്ള ആദരണീയനായ അധ്യക്ഷൻ, സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയായ ശ്രീ എൻ രാധാകൃഷ്ണൻ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള രാജേട്ടൻ ഉൾപ്പെടെയുള്ള എല്ലാ ആദരണീയരായ നേതാക്കളെ, സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, വിനയപൂർവമായ നമസ്കാരം. ഈ ഇന്നത്തെ വിശാല നേതൃ സമ്മേളനത്തിൽ രണ്ടാമത്തെ കാലാംശത്തിൽ അവതരിപ്പിക്കുന്നത് സാധാരണയുള്ള രാഷ്ട്രീയ പ്രമേയമല്ല, മറിച്ച് അഭിനന്ദന പ്രമേയമാണ്. അതായത് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായാണ് കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പഞ്ചായത്ത് ഏരിയ തല അധ്യക്ഷന്മാർ ഉപരി മുഴുവൻ കാര്യകർത്താക്കന്മാരും ഒരുമിച്ച് ചേരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ചേരുന്ന ആദ്യത്തെ വിശാല നേതൃയോഗം എന്നുള്ള നിലയിൽ നമ്മുടെ തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കാനതിന് നേതൃത്വം നൽകിയ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്ന പ്രമേയമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിനകത്തും പുറത്തുമുള്ള എല്ലാ ഭാരതവിരുദ്ധ ശക്തികളും അവരുടെ അവനാഴിയിലെ മുഴുവൻ ആയുധങ്ങളും ഉപയോഗിച്ച് കെട്ടിപ്പടുത്ത പ്രതിരോധങ്ങളെ വിജയപൂർവം അതിജീവിച്ചുകൊണ്ട് BJPയെയും NDAയെയും ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് മൂന്നാമതും അധികാരത്തിലെത്തിച്ച നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദിജിയെ കേരളത്തിലെ ഈ വിശാല നേതൃയോഗം അഭിനന്ദിക്കുകയാണ്, അഭിനന്ദനത്തിൻ്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുകയാണ്. ഇത്തവണത്തെ വിജയത്തിൻ്റെ തിളക്കമെന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു മുന്നണിയും മൂന്നാമതും രാജ്യത്ത് അധികാരത്തിൽ വരുന്നു എന്നതോടൊപ്പം
ഒരേ വ്യക്തി മൂന്നാമതും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകുന്നു എന്നുള്ളതാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. തുടർച്ചയായി മൂന്നാമത് ഒരു രാഷ്ട്രീയ പാർട്ടിയും മുന്നണിയും ഒരു നേതാവും അധികാരത്തിൽ വരുന്നത് നമ്മുടെ രാജ്യത്തും അപൂർവമാണ്, ആഗോളതലത്തിലും അപൂർവമാണ്. നമ്മുടെ രാജ്യത്ത് നേരത്തെ സംഭവിച്ചു, ജോർജ് കുര്യൻ സൂചിപ്പിച്ചു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം അത് സംഭവിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. മാത്രമല്ല, നിങ്ങൾ ലോകരാഷ്ട്രങ്ങളിൽ നോക്കിയാൽ ഇംഗ്ലണ്ടിലും ഇറ്റലിയിലും ഫ്രാൻസിലും പാകിസ്ഥാനിലും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഭരണകക്ഷി തകർന്നടിഞ്ഞപ്പോഴാണ് നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദിജിയുടെ നേതൃത്വത്തിൽ BJPയും NDAയും മൂന്നാമതും അധികാരത്തിൽ വരുന്നത്. ഇന്ന് ലോകത്തിൻ്റെ മുന്നിൽ ഹാട്രിക്ക് വിജയം നേടി നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ലോകത്തിൻ്റെ മുന്നിൽ തല ഉയർത്തി നിൽക്കുകയാണ്. ഇത് ചെറുതല്ല. മൂന്നാമതും അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സത്യത്തിൽ രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഇന്ത്യ വിരുദ്ധ ശക്തികൾ, ഭാരത വിരുദ്ധ ശക്തികൾ അരങ്ങത്തും അണിയറയിലും അവരെല്ലാ അസ്ത്രങ്ങളും ആയുധങ്ങളും പ്രയോഗിച്ചിരുന്നു. കാരണം നേരത്തെ അക്കാര്യം ശ്രീ ജോർജ് കുര്യൻ സൂചിപ്പിച്ചു. ഉദ്ഘാടനത്തിൽ ഈ മൂന്നാമതും അധികാരത്തിൽ വന്നാൽ ഇനി 2024 മാത്രമല്ല 2029, 34 ഈ ഒരുപക്ഷെ ഈ നൂറ്റാണ്ടിൽ കോൺഗ്രസിനും കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികൾക്കും ഭാരതത്തിൽ അധികാരത്തിൽ വരാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് അവർ നമ്മുടെ വരവിനെ, മോദിജിയുടെ വരവിനെ തടസ്സപ്പെടുത്താൻ തയ്യാറായത്. എന്തുകൊണ്ടാണ് മൂന്നാമതും നരേന്ദ്രമോദിക്ക് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകാൻ സാധിച്ചത്? BJPക്കും NDAക്കും മൂന്നാമതും തുടർച്ചയായി അധികാരത്തിൽ വരാൻ സാധിച്ചത് വളരെ ലളിതമാണ്. അതിന് കാരണം, അതായത് വികസനത്തിലും ജനക്ഷേമത്തിലും രാഷ്ട്രസുരക്ഷയിലും സാമ്പത്തിക മുന്നേറ്റത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലം നടത്തിയിട്ടുള്ള സൽഭരണത്തിന് ഭാരതത്തിലെ ജനകോടികൾ നൽകിയ, വോട്ടർമാർ നൽകിയ അംഗീകാരവും പിന്തുണയുമാണ് മൂന്നാമതും BJPയെ NDAയെ അധികാരത്തിലെത്തിക്കാൻ സാധിച്ചത്. ഞാൻ ഓർക്കണം, ഞാൻ 10 വർഷക്കാലത്തെ ഭരണനേട്ടങ്ങളെക്കുറിച്ചൊന്നും ഈ സദസ്സിന് മുന്നിൽ അവതരിപ്പിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാൻ സാധിക്കും, മറ്റ് രാജ്യങ്ങളുടെ ആശ്രിതരായി കഴിഞ്ഞിരുന്ന ആശ്രിത രാഷ്ട്രമായി കഴിഞ്ഞിരുന്ന ഭാരതത്തെ ലോകരാഷ്ട്രങ്ങൾക്ക് ദിശ നൽകാൻ സാധിക്കുന്ന രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന ഭരണാധികാരിയാണ് ശ്രീമാൻ നരേന്ദ്ര ദാമോദർ ദാസ് മോഡി. അദ്ദേഹത്തിൻ്റെ ഭരണമികവിനും അദ്ദേഹത്തിൻ്റെ നേതൃപാടവത്തിനും ഭാരതത്തിലെ ദേശാഭിമാനികൾ, ദേശസ്നേഹികൾ നൽകിയിട്ടുള്ള അംഗീകാരമാണ് ഈ ഉജ്ജ്വലമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ആധാരം, അടിസ്ഥാനമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല, മറ്റൊന്ന്, ഈ ഭാരതത്തിലെയും കേരളത്തിലെയും ജനങ്ങൾ മോദി ഗ്യാരണ്ടിയിൽ 100% വിശ്വാസം അർപ്പിച്ചു എന്നുള്ളതാണ്. ഇങ്ങനൊരു ഭരണാധികാരിക്ക് ഒരു രാജ്യത്തെ ജനത തുറന്ന മനസ്സോടുകൂടി വിശ്വാസം അർപ്പിക്കുന്നത് അത് പക്ഷേ ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും. മോദി ഗ്യാരണ്ടിക്ക് വിശ്വാസം അർപ്പിക്കുന്നു എന്നുള്ളത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മൂന്നാമതും തുടർച്ചയായി പ്രധാനമന്ത്രിയായത് അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ നേട്ടങ്ങൾ കൊണ്ടാണെന്ന് കോൺഗ്രസ് പോലും അവകാശപ്പെടില്ല. മറിച്ച് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം അതിൽ തുടർന്ന് തൊട്ടടുത്ത കാലഘട്ടത്തിലാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മൂന്നാമതും തുടർച്ചയായി പ്രധാനമന്ത്രിയാകുന്നത്. സ്വാതന്ത്ര്യ സമരവും അതിൽ കോൺഗ്രസിൻ്റെ പങ്കുമൊക്കെ അന്നത്തെ ജനങ്ങൾ കാണിച്ച വിശ്വാസ്യതയാണ്
പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെയും കോൺഗ്രസിനെയും തുടർച്ചയായിട്ട് 3 തവണ അധികാരത്തിലെത്തിച്ചത്. പക്ഷെ ഒരു കാര്യം, അത് നെഹ്റു കുടുംബത്തിലും കോൺഗ്രസിലും അന്ന് ജനങ്ങൾ വിശ്വാസമർപ്പിച്ചതിൻ്റെ തിരിച്ചടിയാണ് പിന്നീട് ഭാരതം നേരിട്ടത് എന്നുള്ളതും ഇതിൻ്റെ മറ്റൊരു ഭാഗമാണ്. പക്ഷെ നോക്കൂ നിങ്ങൾ, നരേന്ദ്രമോദിയിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം, അതിനോട് തുല്യതപ്പെടുത്താൻ മറ്റൊന്നുമില്ല. ഞാനൊരു ഉദാഹരണം, ഞാൻ നേട്ടങ്ങളുടെ കാര്യത്തിൽ മാത്രം പറഞ്ഞൊരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. നമ്മുടെ ഉത്തരകാശിയിൽ ഒരു ടണൽ ദുരന്തം ഉണ്ടായി. 100-ലധികം തൊഴിലാളികൾ ആ ടണലിനകത്ത് കുടുങ്ങി. ലോകം കണ്ട ഏറ്റവും വലിയ സുരക്ഷാ പ്രവർത്തനമാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ നടന്നത്. ഏതാണ്ട് 2 ആഴ്ചയ്ക്ക് ശേഷം എല്ലാ തൊഴിലാളികളും രക്ഷപ്പെട്ടു, ജീവനോടെ പുറത്തു വന്നു. അതിനുശേഷം ഒരു മാധ്യമം അതിൽ പുറത്തു വന്ന ഒരു സാധാരണ തൊഴിലാളി, അദാനിയും അംബാനിയും ഒന്നുമല്ല ആ തുരങ്കത്തിൽ കുടുങ്ങിപ്പോയത്, സാധാരണ പാവപ്പെട്ട തൊഴിലാളികളാണ്. അതിലൊരു തൊഴിലാളി അത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടതാണ്. അയാളോട് ചോദിച്ചു, നിങ്ങൾ ഇത്രയും ഈ വായുവില്ലാത്ത വെളിച്ചമില്ലാത്ത ഈ ഇരുണ്ട ഈ ടണലിനകത്ത് എങ്ങനെയാണ് ഇത്രയും ദിവസം നിങ്ങൾ നിന്നത്, ജീവിക്കാൻ സാധിച്ചത്? നിങ്ങൾക്ക് എന്ത് ആത്മവിശ്വാസമാണ് കിട്ടിയത്? ആ സമയത്ത് ആ സാധാരണ പാവപ്പെട്ട തൊഴിലാളി, അക്കാദമിക് യോഗ്യതയൊന്നുമില്ലാത്ത ആ തൊഴിലാളി പറഞ്ഞത്, ലോകരാഷ്ട്രങ്ങളിൽ നടന്ന, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നടന്ന യുദ്ധങ്ങളിൽ ആ യുദ്ധമുഖത്ത് നിന്ന് ഭാരതീയരെ രക്ഷിച്ച നരേന്ദ്ര ദാമോദർ ദാസ് മോഡിയാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി. അതുകൊണ്ട് ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, ഞങ്ങളിന്ന് പുറത്തു വരുന്നു. തിരുവനന്തപുരത്താണ് നമ്മളെ യോഗം നടക്കുന്നത്. ഖത്തറിൽ നിന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് പിന്നീട് പുറത്തു വന്നിട്ടുള്ള 6 പേരിൽ ഒരാൾ ഞങ്ങൾ കാട്ടാക്കട മണ്ഡലത്തിലെ പള്ളിച്ചൽ പഞ്ചായത്തിലാണ് ഒരാൾ. ഞങ്ങളവിടുത്തെ മണ്ഡലം പ്രസിഡൻറ്റും ജില്ലയുടെ ചുമതലപ്പെട്ട ആളുകൾ ഞങ്ങൾ ആ വീട്ടിൽ പോയി. കോൺഗ്രസ് കുടുംബ, ഭാര്യയും കോൺഗ്രസ് കുടുംബ, അയാളും കോൺഗ്രസ് കുടുംബ. ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കിടക്കുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരുന്നു? അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ മാനസികാവസ്ഥ എല്ലാവർക്കും ഒരേ മാനസികാവസ്ഥയായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കും, കാരണം നരേന്ദ്രമോദി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. ഞങ്ങൾ പിന്നീട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞത് നിറകണ്ണുകളോടെ അവരുടെ ധർമ്മപത്നി അധ്യാപിക പറഞ്ഞു, എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം എന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ വിദേശകാര്യമന്ത്രി വിളിച്ചിരുന്നു, മുരളിയേട്ടനാണ് ബാക്കി കാര്യങ്ങളൊക്കെ അവർ ചെയ്തു കൊടുത്തത്. പക്ഷെ പറഞ്ഞത്, ഞങ്ങൾക്ക് എൻ്റെ ഭർത്താവ് ചേട്ടൻ എന്നെ വിളിച്ച സമയത്ത് ഒരിക്കൽ പോലും ഞാൻ കരഞ്ഞുകൊണ്ട് ചേട്ടനോട് സംസാരിച്ചിട്ടില്ല. കാരണം എനിക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു, നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം എൻ്റെ ചേട്ടൻ പുറത്തു വരുന്നു. ഇത് ജനങ്ങളുടെ വിശ്വാസമാണ്. നിങ്ങൾ നോക്കൂ, ഇതിനപ്പുറത്ത് 10 വർഷത്തെ ഭരണത്തിൻ്റെ ഇടയിൽ നേട്ടങ്ങളെന്ന് പറയുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച 5 ദുർബല രാജ്യങ്ങളിൽ ഒന്നായിരുന്ന ഭാരതത്തെ ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റിയെന്ന് മാത്രമല്ല, ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു രാഷ്ട്രമായിട്ട് 5000 വർഷക്കാലത്തെ ഉജ്ജ്വലമായ പാരമ്പര്യമുള്ള ഈ ഭാരതവർഷത്തെ കൈപിടിച്ചുയർത്തി. മാത്രമല്ല നോക്കൂ, ഒരു കാലത്ത് BJPയുടെ ആരംഭം ഒരുപക്ഷെ 80 ഏപ്രിൽ 6-നായിരിക്കാം, ജനസംഖ്യ ഉണ്ടായത് 51-ലായിരിക്കാം. പക്ഷേ നമ്മുടെ ആദർശത്തിൻ്റെ യാത്ര ആരംഭിച്ചത് 1925-ലാണ്. ആ യാത്ര 100 വർഷം തികയാൻ വേണ്ടി പോവുകയാണ്. അന്ന് നമ്മുടെ മുന്നിൽ സ്വപ്നമുണ്ട്, പരം വൈഭവന്നേതുമേധ സ്വരാഷ്ട്രം, ജഗദ്ഗുരുസ്ഥാനം ഭാരതം അലങ്കരിക്കുമെന്നുള്ളത്. പക്ഷേ നമ്മുടെ ഈ ഭരണം വരുന്നതിന് മുമ്പ് പലർക്കും സംശയമുണ്ടായിരുന്നു, ഭാരതം ലോകത്തിൻ്റെ ജഗദ്ഗുരുസ്ഥാനം അലങ്കരിക്കാൻ സാധിക്കുമോ? പരമമായ വൈഭവത്തിലേക്ക് ഈ ഭാരതം ഉയരുമോ? പക്ഷേ സംശയമുണ്ടായിരുന്നു. പക്ഷേ പ്രിയമുള്ളവരെ, മോദിജിയുടെ 10 വർഷത്തെ ഭരണത്തിന് ശേഷം
ഇന്ന് ഭാരതത്തിലെ 140 കോടി ജനങ്ങൾ മാത്രമല്ല, ലോകം അംഗീകരിക്കുന്നു. യെസ്, ഭാരതം ലോകത്തിൻ്റെ ജഗദ്ഗുരുസ്ഥാനം അലങ്കരിക്കും. ലോകത്തിലെ ഒന്നാമത്തെ ശക്തിയായി ഭാരതം മാറുമെന്നുള്ളത്. 2047 ഒരു വികസിത രാഷ്ട്രമായി ഭാരതം മാറുമെന്നുള്ള ആ സങ്കല്പം ഈ ഭാരതീയരുടെ മുന്നിൽ, ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് ശ്രീമാൻ നരേന്ദ്രമോദിജിയാണ്. ആ തരത്തിൽ ഭാരതത്തിന് മറ്റാർക്കും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയൊരു മാറ്റമാണ് ഈ രാഷ്ട്രത്തിനുണ്ടാക്കിയത്. അതിന് ജനങ്ങൾ നൽകിയ അംഗീകാരമാണ് ഈ തിളക്കമാർന്ന വിജയം. മാത്രമല്ല, ഈ സാമ്പത്തിക രംഗത്തുണ്ടായ നേട്ടം, മുന്നേറ്റം, പക്ഷെ അതിൻ്റെ ഗുണഭോക്താക്കൾ നോക്കൂ. ഒരു സർക്കാരിൻ്റെ ഗുണഭോക്താക്കൾ ആ രാജ്യത്തെ ബഹുഭൂരിപക്ഷം സാധാരണക്കാരാണ്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏത് പദ്ധതികൾ നമ്മൾ പരിശോധിച്ചാലും അതിലെ ഗുണഭോക്താക്കൾ മുഴുവൻ തന്നെ പാവപ്പെട്ടവർ, സാധാരണക്കാർ, ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്നവർ, അതുപോലെ തന്നെ ആബാലവൃദ്ധം ജനങ്ങളും ഗുണഭോക്താക്കളായി മാറിയിട്ടുള്ള പദ്ധതികളാണ് 10 വർഷത്തിനിടയിൽ നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയത്. ഞാൻ വിശദീകരിക്കുന്നില്ല. അതിനെല്ലാം എല്ലാ സാധാരണക്കാരും, പാവപ്പെട്ടവരും, എല്ലാ വിഭാഗം ജനങ്ങളും അംഗീകരിച്ചതുകൊണ്ട്, അനുകൂലിച്ചതുകൊണ്ടാണ് ഇത്രയും തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കാൻ സാധിച്ചത്. പ്രിയമുള്ളവരെ, ഈ വിജയത്തിൻ്റെ പിന്നിൽ വിജയത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. 240 സീറ്റാണ് BJPക്ക് ലഭിച്ചത്, നമുക്കറിയാം. 53 സീറ്റ് സഖ്യകക്ഷികൾക്കും ലഭിച്ചു. 293 NDAക്ക് ലഭിച്ചത്. BJPയെക്കുറിച്ച് സാധാരണ പറയാറ് ഹിന്ദി ബെൽറ്റിൽ മാത്രം ഒതുങ്ങുന്ന പാർട്ടിയാണ്. ഭാരതത്തിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലുമില്ല. പക്ഷേ ഇത്തവണ നോക്കൂ നിങ്ങൾ, ഉത്തരേന്ത്യയിൽ മാത്രമല്ല, പശ്ചിമേന്ത്യയിൽ മാത്രമല്ല, കിഴക്കൻ ഇന്ത്യയിൽ മാത്രമല്ല, ദക്ഷിണേന്ത്യയിലും ഭാരതീയ ജനതാ പാർട്ടി NDA ശക്തമായ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത്. നമുക്ക് 19 സീറ്റ് കർണാടകത്തിൽ ലഭിച്ചു. തെലങ്കാനയിൽ 4 സീറ്റ് 8 സീറ്റാക്കി വർദ്ധിപ്പിച്ചു. ആദ്യമായിട്ട് ആന്ധ്രാപ്രദേശിൽ 3 സീറ്റുകൾ നേടിക്കൊണ്ട് ചരിത്രം തിരുത്തിക്കുറിച്ചു. എന്തിനേറെ പറയുന്നു, തമിഴ്നാട്ടിൽ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് 12% വോട്ട് നേടി. കേരളത്തിൽ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് നമുക്ക് തൃശ്ശൂരിൽ താമര വിരിയിപ്പിക്കാൻ സാധിച്ചു. ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും ആലപ്പുഴയിലും നമുക്ക് ചുണ്ടിനും കപ്പിനുമിടയിലാണ് നമുക്ക് വിജയം നഷ്ടപ്പെട്ടു പോയത്. കേരളത്തിലാകമാനം 20% നമ്മുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് ഉയർത്താൻ സാധിച്ചിട്ടുണ്ട്. നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ സുരേന്ദ്രൻ സൂചിപ്പിക്കുകയുണ്ടായി, ഈ ചാനൽ ചർച്ചയിൽ നമ്മുടെ ചാനൽ ചർച്ചയിൽ പോകുന്ന എല്ലാ നേതാക്കന്മാരോട് ഇരിക്കുന്നുണ്ട്. അവരോട് CPMൻ്റെ നേതാക്കന്മാർ പറയാറ്, ഇത് കേരള, നിങ്ങൾക്ക് 1 സ്ഥാനം 2 സ്ഥാനവും കിട്ടൂല, ഇതൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. ഇത് കേരളമാണ്. അതെ, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഇത് കേരളമാണെന്ന് മാത്രമല്ല, ഈ കേരളം ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണെന്ന് കേരളത്തിലെ ജനങ്ങളും തൃശ്ശൂർ ജനങ്ങളും തെളിയിച്ചു. ഇപ്പോൾ CPM, ഞാനതിനെക്കുറിച്ച് ഒരു പറയുന്നില്ല, വേറെ പ്രമേയം ഇവിടെയുണ്ട്. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് ചോർച്ചയെക്കുറിച്ചാണ് ഇപ്പോൾ ഗവേഷണവും നിരീക്ഷണമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ചോർച്ചയല്ല, ചോർച്ച മേൽക്കൂരൊക്കെ ഉണ്ടാവുക. ഈ മേൽക്കൂരൊക്കെ ചോർച്ച വന്നാൽ നമുക്കത് തടയാൻ സാധിക്കും. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മേൽക്കൂരക്കല്ല ചോർച്ച സംഭവിച്ചത്, അവർ അടിത്തറക്ക് തകർച്ച സംഭവിച്ചിരിക്കുന്നു. തകർച്ച വന്നാൽ അത് നിലനിൽപ്പ് ബാധിക്കും. അതായത് അടിത്തറക്ക് തകർച്ച സംഭവിച്ചാൽ അത് നിലംപരിശാകും എന്ന കാര്യം സംശയമില്ല. മാർക്സിസ്റ്റ് പാർട്ടിക്ക് അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ വിജയരാഘവൻ മധ്യമേഖലാ സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ ഈ പാർട്ടിക്ക് എന്താ പൂതൽ വന്നിരിക്കുന്നു എന്ന്. പൂതൽ വന്നു എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയാറ് ഈ നമ്മുടെ മരത്തിൻ്റെ കാതൽ, മരത്തിൻ്റെ കാതൽ ദ്രവിക്കുന്നതിനെയാണ് പൂതലെന്ന് പറയുന്നത്. പൂതൽ വന്നാൽ പിന്നെ മണ്ണോട് ചേരുക എന്നുള്ളതാണ് അതിൻ്റെ അടുത്ത ഘട്ടം. ഏതായാലും മാർക്സിസ്റ്റ് പാർട്ടിക്ക് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുക. ഞാൻ സൂചിപ്പിച്ചത് ഉത്തരേന്ത്യയിലും കിഴക്കൻ ഇന്ത്യയിലും പശ്ചിമേന്ത്യയിലും മധ്യ ഇന്ത്യയിലും മാത്രമല്ല, ദക്ഷിണേന്ത്യയിലും വലിയ ജൈത്രയാത്ര നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല,
നമുക്ക് 6ഓളം സംസ്ഥാനങ്ങളിൽ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന, ഞാനത് ഓടിച്ചു പോവുക, 6ഓളം സംസ്ഥാനങ്ങളിൽ മുഴുവൻ സീറ്റും കരസ്ഥമാക്കാൻ സാധിച്ചു. ഡൽഹിയിലാവട്ടെ, ഹിമാചൽ പ്രദേശിൽ, മധ്യപ്രദേശിൽ, ഉത്തരാഖണ്ഡിൽ, ത്രിപുരയിൽ, അരുണാചൽ പ്രദേശിൽ മുഴുവൻ സീറ്റുകളും കരസ്ഥമാക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ഗുജറാത്തിലും അതുപോലെ ജാർഖണ്ഡിലും തെലങ്കാനയിലും കർണാടകത്തിലും എല്ലാം തന്നെ വലിയ മുന്നേറ്റവും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ 2019 ലഭിച്ചതിനേക്കാൾ 70 ലക്ഷം വോട്ടാണ് 2024 ഭാരതീയ ജനതാ പാർട്ടിക്ക് കൂടുതലായി ലഭിച്ചിട്ടുള്ളത്. ഏതാണ്ട് 23,53,73,915 വോട്ടാണ്. ഏതാണ്ട് 23,59,60,000,000. അത് കോൺഗ്രസിനേക്കാൾ 9,92,00,000 വോട്ട് കൂടുതലാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ അടിത്തറ ശക്തമാണ് എന്നുള്ളതും ഇന്ത്യ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ദേശീയ രാഷ്ട്രീയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് ഈ 2024 ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാ വ്യാജ പ്രചരണങ്ങൾക്കും ഉണ്ടായിട്ടുള്ള വൻ തിരിച്ചടിയാണ് NDAയുടെയും BJPയുടെ വിജയമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. എന്തൊക്കെയാ വ്യാജ പ്രചരണം? ഇവിടെ അധികാരത്തിൽ വന്നാൽ BJP ഇനിയും അധികാരത്തിൽ വന്നാൽ ഭരണഘടന തകരും, അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ പൗരത്വം റദ്ദ് ചെയ്യും. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി കുപ്രചരണങ്ങൾ വ്യാപകമായിട്ട് ഈ IND സഖ്യമെന്ന ഇന്ത്യ വിരുദ്ധ മുന്നണിയും അവരെ അനുകൂലിക്കുന്ന മാധ്യമങ്ങളും പടച്ചുവിട്ടില്ലേ? പക്ഷെ എല്ലാ കുപ്രചരണങ്ങളെയും വ്യാജ പ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ടുള്ള ഉജ്ജ്വലമായ പ്രകടനമാണ് ദേശീയ ജനാധിപത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചത്. മാത്രമല്ല, IND സഖ്യത്തിൻ്റെ പ്രചരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യ വിരുദ്ധ പ്രചരണമാണ്. ഇപ്പം ആദ്യം പറഞ്ഞ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 370-ാം വകുപ്പ് റദ്ദ് ചെയ്തത്, അല്ലെങ്കിൽ 370-ാം വകുപ്പ് പുനഃസ്ഥാപിക്കും. അത് പൗരത്വ നിയമം CAA പൗരത്വ നിയമ ഭേദഗതി അത് റദ്ദ് ചെയ്യും. നോക്കൂ നിങ്ങൾ, എല്ലാം ദേശവിരുദ്ധമായിട്ടുള്ള വാഗ്ദാനങ്ങളാണ് IND സഖ്യം, കോൺഗ്രസ് സഖ്യം ജനങ്ങൾക്ക് നൽകിയത്. ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളെയും വാഗ്ദാന പെരുമഴയും ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് 2024 തെരഞ്ഞെടുപ്പ് ഫലം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. മാത്രമല്ല, ഭാരതീയ ജനതാ പാർട്ടി സർവാശ്ലേഷിയായ പാർട്ടിയാണ്, സർവസ്പർശിയായ പാർട്ടിയാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നുണ്ട്. നോക്കൂ, നമ്മുടെ ഇന്ന് പാർലമെൻറ്റ് ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള വനിതാ MP-മാരുള്ള പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഏറ്റവും കൂടുതൽ വനിതകളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയതും ഭാരതീയ ജനതാ പാർട്ടിയാണ്, 69 പേര്. ആ 69 പേരിൽ 30 പേര് വിജയശ്രീ ലാളിതരായിട്ട് ഇന്ത്യൻ ലോകസഭയിലേക്ക് എത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ MP-മാരായുള്ള പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. നമ്മുടെ ഭരണഘടന അനുസരിച്ച് 84 സീറ്റാണ് SC വിഭാഗത്തിന് വേണ്ടി സംവരണം ചെയ്തത്. 47 സീറ്റാണ് ST വിഭാഗത്തിന് സംവരണം ചെയ്തത്. അങ്ങനെ 131 SCയും STയും കൂടി ചേർന്ന് 131 സംവരണ സീറ്റുകളുണ്ട്. പ്രിയമുള്ളവരെ, ഈ 131 സംവരണ സീറ്റിൽ 55 സീറ്റും വിജയിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഏറ്റവും കൂടുതൽ SC MP-മാരുള്ളത്, ഏറ്റവും കൂടുതൽ ST MP-മാരുള്ളത് ലോകസഭയിൽ ഭാരതീയ ജനതാ പാർട്ടിയാണെന്ന് അഭിമാനത്തോടു കൂടി പറയാൻ നമുക്ക് സാധിക്കും.
അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും നമ്മുടെ വിജയത്തിൻ്റെ തിളക്കം എന്ന് പറയുന്നത്, നമ്മൾ വിശകലനം ചെയ്താൽ നമുക്ക് രാജ്യവ്യാപകമായിട്ട് നമുക്ക് അടിത്തറയും വിജയമുണ്ടാക്കാൻ സാധിച്ചു. എല്ലാ ജനവിഭാഗങ്ങൾക്കുമിടയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് സ്വാധീനമുണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് സത്യമാണ്. ഇപ്പോൾ കോൺഗ്രസ് അവകാശപ്പെടുന്നത് എന്തൊക്കെയോ അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ്. പ്രധാനമന്ത്രി ലോകസഭയിലെ ചർച്ചയിലും രാജ്യസഭയിലെ ചർച്ചയിലും പറഞ്ഞു, രാഹുൽ ഗാന്ധിയുടെ പേര് പറയാതെ പറഞ്ഞു, ഈ 99 സീറ്റ് എന്നുള്ളത് അത് 100-ൽ 99 കരുതണ്ട, 543-ൽ 99 എന്ന് മനസ്സിലാക്കണം. അതായത് 18% സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് കരസ്ഥമാക്കാൻ സാധിച്ചത്. ആ 99 സീറ്റിൽ നിങ്ങൾ നോക്കിയാൽ മതി, 49 സീറ്റ് സഖ്യകക്ഷികളുടെ സഹായം കൊണ്ട് മാത്രം നേടിയതാണ്. ഉദാഹരണത്തിന് കേരളത്തിലാണ് 14 സീറ്റ്. പിന്നെ ലഭിച്ച ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിലാണ് 9, DMKയുടെ സഹായം. അതിനുശേഷം 13 സീറ്റ് നേടിയിട്ടുള്ളത് മഹാരാഷ്ട്രയിലാണ്, ശിവസേനയുടെ, NCPയുടെ, ഒരുപാട് രാഷ്ട്രീയ പാർട്ടി സഖ്യകക്ഷികളുടെ സഹായം അവിടെ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കിയാൽ 99-ൽ 49 സീറ്റ് കോൺഗ്രസിന് ലഭിച്ചത് സഖ്യകക്ഷികളുടെ ഔദാര്യം കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ 50 സീറ്റ് അവർ ഒതുങ്ങി നിൽക്കേണ്ടതായിട്ട് വരുമായിരുന്നു. മാത്രമല്ല മറ്റൊന്നുകൂടി കോൺഗ്രസ് ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. 2014-ലും 2019-ലും 2024-ലും കോൺഗ്രസിന് മൊത്തം ലഭിച്ച സീറ്റിന് ഏതാണ്ട് 191. 3 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിച്ച 191. 2014-ൽ മാത്രം ഭാരതീയ ജനതാ പാർട്ടിക്ക് 240 സീറ്റ് നേടാൻ സാധിച്ചിട്ടുണ്ട്. കോൺഗ്രസിന് എവിടെയാണ് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? അതുകൊണ്ട് കോൺഗ്രസിന് അവകാശപ്പെടാൻ ഒന്നുമില്ല. നാം ആദ്യം പ്രഖ്യാപിച്ചു NDA മൂന്നാമതും രാജ്യത്ത് അധികാരത്തിൽ വരും, സംഭവിച്ചു. നാം പ്രഖ്യാപിച്ചു ശ്രീമാൻ നരേന്ദ്രമോദിജി മൂന്നാമതും രാജ്യത്തിന് പ്രധാനമന്ത്രിയാകും, അതും സംഭവിച്ചു. പക്ഷേ കോൺഗ്രസ് പറഞ്ഞത് ഇതുവരെ ഞങ്ങൾക്ക് തിരിച്ചടിയായിരുന്നു, ഞങ്ങളിതാ തിരിച്ചുവരവുണ്ടാകുന്നു എന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസ് 3ാം തവണയും പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കേണ്ടി വന്നു എന്ന് മാത്രമല്ല, അവരുടെ തകർച്ച, അതിൻ്റെ തുടർച്ചയാണ് ഉണ്ടായത്. തകർച്ച, അത് വീണ്ടും ആ തകർച്ച തന്നെയാണ് കോൺഗ്രസ്സിന് നേരിടേണ്ടി വന്നത് എന്നതാണ് സത്യം. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് മറ്റൊരു വ്യക്തമായ സന്ദേശം കൂടി നൽകുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJPയെയും NDAയും മൂന്നാമതും അധികാരത്തിൽ എത്തിക്കുക വഴി ഇന്ത്യയിലെ ജനങ്ങൾ നൽകിയ വ്യക്തമായ സന്ദേശം എന്താ? ഇനി കുടുംബാധിപത്യ പാർട്ടികൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്ഥാനമില്ലെന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ എല്ലാ കുടുംബാധിപത്യ പാർട്ടികളുടെ കൂട്ടായ്മയാണ് IND സഖ്യമെന്ന് നമുക്കറിയാൻ സാധിക്കും. സോണിയാഗാന്ധി മകനെ പ്രധാനമന്ത്രിയാക്കണം, അതേപോലെ ശരത് പവാർ മകളെ മുഖ്യമന്ത്രിയാക്കണം, ഉദ്ധവ് താക്കറെ മകനെ മുഖ്യമന്ത്രിയാക്കണം, സ്റ്റാലിൻ മകനെ മുഖ്യമന്ത്രിയാക്കണം, ലല്ലു യാദവ് മകനെ മുഖ്യമന്ത്രിയാക്കണം. ഓരോരാളെയും നിങ്ങൾ നോക്കിയാൽ മതി, കുടുംബാധിപത്യവും അഴിമതിയും കൂടെ ചേർന്നിട്ടുള്ള ഒരു മുന്നണിയാണ് IND മുന്നണി എന്ന കാര്യം സംശയമില്ല. തീർച്ചയായിട്ടും ഈ കുടുംബാധിപത്യത്തിനും അഴിമതിക്കുമെതിരായിട്ടുള്ള ശക്തമായ താക്കീതാണ് BJPയുടെയും NDAയുടെയും ഈ തിളക്കമാർന്ന വിജയത്തിൻ്റെ ആധാരം, അടിസ്ഥാനമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ലഭിച്ചത് ഭാരതീയ ജനതാ പാർട്ടി മുറുകെ പിടിക്കുന്ന അതിൻ്റെ ആദർശത്തിന് ലഭിച്ചിട്ടുള്ള അംഗീകാരവും കൂടിയാണ്. എന്താ നമ്മുടെ ആദർശം? നമ്മുടെ പ്രത്യയശാസ്ത്രം അറിയാം നമുക്ക്. ഏകാത്മ മാനവ ദർശനമാണ് നമ്മുടെ പ്രത്യയശാസ്ത്രം. നോക്കൂ, നമ്മുടെ ഭാരതീയ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണത്തെക്കുറിച്ചുള്ള സങ്കല്പം പരാശക്തിക്ക് നൽകുന്ന ആരതിയും അർച്ചനയുമാകണം ഭരണമെന്നുള്ളതാണ്. അതായത് ജനങ്ങളെ ജനാർദ്ദനന്മാരായി കണ്ടുകൊണ്ട്, ജനങ്ങളെ ദൈവതുല്യരായി കണ്ടുകൊണ്ടുള്ള
ഭരണം, അതാണ് ഭാരതീയ സങ്കല്പം. അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് പരാശക്തിക്ക് നൽകുന്ന ആരതിയും അർച്ചനയുമാകണം അധികാരം എന്നുള്ളതും ജനാർദ്ദന എന്നുള്ള സങ്കല്പം പൂർണ്ണമായും കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ നരേന്ദ്രമോദി സർക്കാരിന് നടപ്പാക്കാൻ സാധിച്ചു എന്നുള്ള സത്യമാണ്. അതിനു കൂടി ലഭിച്ച അംഗീകാരമാണ് ഈ 2024 ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള വിജയം എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കൂ, നിങ്ങൾ അധികാരത്തിലേറുന്ന സമയത്ത് വലതുകാൽ വെച്ച് പാർലമെന്റ് മന്ദിരത്തിലേക്ക് കയറിയ പ്രിയങ്കരനായ പ്രധാനമന്ത്രി മോദിജി ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു: ഞാൻ അഴിമതി നടത്തില്ല, ഞാൻ ആരെക്കൊണ്ടും അഴിമതി നടത്താൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞു. സത്യത്തിൽ 10 വർഷക്കാലത്തെ ഭരണം എന്താ വ്യക്തമാക്കുന്നത്? നികുതി പണം കൊള്ളയടിക്കാതെ രാജ്യഭരണം നടത്താൻ സാധിക്കുമെന്ന് ലോകത്തിൻ്റെ മുന്നിൽ കാണിച്ചു കൊടുത്ത പ്രധാനമന്ത്രിയാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോഡി എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. അത് നമ്മുടെ ആദർശത്തിൻ്റെ പ്രേരണയാണ് മോദിജിക്ക് അത് നടപ്പാക്കാൻ സാധിച്ചത്. താൻ നെഞ്ചേറ്റിയ കുഞ്ഞുനാളിൽ താൻ നെഞ്ചേറ്റിയിട്ടുള്ള ആദർശബോധം, നമ്മുടെ പ്രസ്ഥാനം മുറുകെ പിടിക്കുന്ന ആദർശം, ആ ആദർശമാണ് ഒരു അഴിമതി വിമുക്തമായ ഭരണം കാഴ്ചവെക്കാൻ ശ്രീമാൻ നരേന്ദ്രമോദിജിക്ക് സാധിച്ചത് എന്ന് വളരെ വ്യക്തമാണ്. മാത്രമല്ല, നമ്മുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന സങ്കല്പം ഈ ഭരണത്തിൽ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. എന്താ? അന്ത്യോദയം എന്നുള്ളത് നമ്മുടെ ഏകാത്മ മാനവ ദർശനത്തിൻ്റെ അടിസ്ഥാന സങ്കല്പം. അതായത് ഒരു പദ്ധതി നടപ്പാക്കുന്ന സമയത്ത് വരിയിൽ നിൽക്കുന്ന ഏറ്റവും അവസാനത്തെ ആളെ ആദ്യം പരിഗണിക്കണമെന്നുള്ള അന്ത്യോദയം എന്ന സങ്കല്പം നമുക്ക് പൂർണ്ണമായും ഈ 10 വർഷത്തെ ഭരണത്തിൽ നടപ്പാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ ജീവനേക്കാൾ പ്രിയതരമായ ആദർശത്തിന് ലഭിച്ചിട്ടുള്ള അംഗീകാരവും കൂടിയാണ് ഈ 2024 ലോകസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കുണ്ടായിട്ടുള്ള വിജയമെന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ സമയത്ത് നമ്മുടെ ലോകത്തിൻ്റെ മുന്നിൽ നമുക്ക് തലയുയർത്തി നിൽക്കാൻ സാധിക്കുന്ന രീതിയിൽ മൂന്നാമതും BJPയെയും NDAയും അധികാരത്തിലെത്തിച്ച ലോക നേതാവായി വളർന്നു വന്നിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയെ നമുക്ക് വീണ്ടും അഭിനന്ദിക്കാം. അദ്ദേഹത്തിന് അഭിനന്ദനത്തിൻ്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കാൻ സാധിക്കും. ഒരു കാര്യം കൂടി മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇതുവരെ നമ്മുടെ പഞ്ചായത്ത് ഏറിയ പ്രസിഡന്റ് ഉപരി കാര്യകർത്താക്കന്മാരാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ അഭിമാനത്തോടും ആഹ്ലാദത്തോടും അതിനപ്പുറത്ത് തികഞ്ഞ ആത്മവിശ്വാസത്തോടും കൂടിയാണ് നമ്മുടെ ഏരിയ പ്രസിഡന്റുമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഉപരി കാര്യകർത്താക്കന്മാർ ഈ വിശാല നേതൃസമ്മേളനത്തിൽ സന്നിഹിതരായിട്ടുള്ളത്. ഇതുവരെ നമുക്ക് സാധിക്കാത്ത ലക്ഷ്യം നമ്മൾ ഇപ്രാവശ്യം കൈവരിച്ചിരിക്കുന്നു. നമ്മുടെ വിന്ധ്യാപർവ്വതത്തിനപ്പുറത്ത് ഇതേവരെ തടസ്സപ്പെടുത്തിയിരുന്ന ആ ഗംഗാ പ്രവാഹത്തെ ചട്ടമ്പി സ്വാമികളുടെയും ശ്രീനാരായണ ഗുരുദേവൻ്റെയും പണ്ഡിറ്റ് കറുപ്പൻ്റെയും അയ്യങ്കാളിയുടെയും അയ്യ വൈകുണ്ഠസ്വാമിയുടെയും ആദിശങ്കരൻ്റെയും മണ്ണിലേക്ക് ആ ഗംഗാ പ്രവാഹത്തെ എത്തിച്ച ഭഗീരഥന്മാരാണ് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ സഹപ്രവർത്തകരെന്ന് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. നമ്മളിവിടെ ഇരിക്കുന്നവർ ഭഗീരഥന്മാരാണ്. നമുക്ക് ഇതുവരെ ഈ ഗംഗാ പ്രവാഹത്തെ നമുക്ക് ഈ മണ്ണിലെത്തിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഈ ഗംഗാ പ്രവാഹത്തെ ഈ മണ്ണിലേക്ക്, കേരളത്തിൻ്റെ മണ്ണിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇതുകൊണ്ട് നാം ഒരിക്കലും സംതൃപ്തരാകരുത്. തിരുവനന്തപുരം സമ്മേളനത്തിൽ ഒരു ദൃഢപ്രതിജ്ഞ എടുക്കേണ്ടതായിട്ടുണ്ട്. എന്താ? ഈ ദേശീയ ധാരയുടെ അനർഗളമായ ഈ ഗംഗാ പ്രവാഹത്തെ ഓരോ മലയാളിയുടെ മനസ്സിലും എത്തിച്ചുകൊണ്ട് നമ്മളെല്ലാവരും പ്രതിദാനം ചെയ്യുന്ന വാർഡ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയത്തിൻ്റെ വൈജയന്തി പറപ്പിക്കാൻ
നമുക്ക് ദൃഢപ്രതിജ്ഞയെടുത്ത് വേണം ഈ വിശാല നേതൃസമ്മേളനത്തിൽ നിന്നും നമുക്ക് പിരിഞ്ഞു പോകേണ്ടത്. അതുകൊണ്ട് സഹപ്രവർത്തകരെ, വലിയ ഭാരിച്ച ഉത്തരവാദിത്തം നമുക്കുണ്ട്. ശ്രീമാൻ നരേന്ദ്രമോദിയെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഈ വിജയത്തിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട്, പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിൽ 2025-ലും 2026-ലും വലിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. അതിൻ്റെ ആരംഭമായിരിക്കട്ടെ, അതിൻ്റെ തുടക്കമായിരിക്കട്ടെ ഈ വിശാല നേതൃസമ്മേളനം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒന്നുകൂടി നമ്മുടെ പ്രിയങ്കരനായ നരേന്ദ്രമോദിജിക്ക് അഭിനന്ദനത്തിൻ്റെ പൂച്ചെണ്ടുകളും അർപ്പിക്കുകയാണ്. ഒന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ, തെരഞ്ഞെടുപ്പ് യുദ്ധമാണ്. 2025-ൽ ആദ്യം ഉപതെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, പിന്നീട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, 2024-ൽ നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഒരു യുദ്ധമാണ്. അതുകൊണ്ട് ഈ വിശാല നേതൃസമ്മേളനത്തിൻ്റെ ആഹ്വാനം എന്നുള്ളത് എന്താ? യുദ്ധത്തിന് തയ്യാറാവുക എന്നുള്ളതാണ്. ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നുണ്ട്, ഹതോവ പ്രാപ്സ്യസി സ്വർഗ ജിത്വാവ ഭോക്ഷ്യസേ മഹീം തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയം. കുന്തിപുത്രനായ അർജുന, ഉണരൂ, യുദ്ധം ചെയ്യൂ എന്നാണ് ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ ആഹ്വാനം ചെയ്തത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, 2025-ലും 2026-ലും നടക്കുന്ന യുദ്ധത്തിൽ നമുക്ക് വിജയശ്രീലാളിതരാകണം. അതുകൊണ്ട് യുദ്ധായ കൃതനിശ്ചയം, യുദ്ധത്തിന് തയ്യാറാവുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നിങ്ങൾക്ക് നമസ്കാരം. നന്ദി ശ്രീ കൃഷ്ണദാസ്. അടുത്തായി പ്രമേയത്തെ അനുകൂലിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ ദേശീയ ഉപാധ്യക്ഷൻ ശ്രീ AP അബ്ദുള്ളക്കുട്ടി അവരെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ AN രാധാകൃഷ്ണൻ, അഭിവന്ദ്യരായ നേതാക്കളെ, സഹപ്രവർത്തകരെ, ചരിത്ര വിജയം നേടിയ നരേന്ദ്രമോദിക്ക് അഭിവാദ്യങ്ങൾ എന്ന പ്രമേയം ശ്രീ PK കൃഷ്ണദാസ് ജി ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതിനെ ആത്മാർത്ഥമായി പിന്തുണയ്ക്കുകയാണ്. അറിയാം, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഈ വിജയം ഇന്ത്യയിലെ 140 കോടി ജനങ്ങളുടെ വിജയമാണ്, ഭാരതത്തിൻ്റെ വിജയമാണ്. നിങ്ങൾ മറിച്ചൊന്ന് ചിന്തിച്ച് നോക്ക്. അഥവാ നമ്മുടെ നിർഭാഗ്യത്തിന് ഈ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നിരുന്നു